ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് രാവിലെ അതാ വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ അലക്കിട്ടു. രാവിലെ നേരത്തെ തന്നെ ഞാനത് ചെയ്തു കേട്ടോ. എന്താ വെച്ചാൽ ആ പണി എന്നാൽ പിന്നെ എൻ്റെ ബാക്കി പണികളൊക്കെ ഒരുങ്ങി വരുമ്പോഴേക്കും അത് അലക്കി തീരുമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിതാ ചോറിന് അരി ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഇളക്കി വെക്കണം. പിന്നെ രാവിലെ ഇന്ന് അടിച്ചു വാരിയിട്ട് എല്ലായിടം ഒന്ന് അടിച്ചു വാരി ഇടാൻ വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒഴിവുപോലെ പണിയൊക്കെ ഒരുങ്ങിയിട്ട് തുടച്ചാൽ മതിയല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതന്ന് ചേനപ്പൂ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചേനപ്പൂ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ കിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ അത് ചൊറിയുമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് നേരേക്ക് കഴിഞ്ഞ് പിന്നെ മേലൊക്കെ തട്ടി ആകെ ഭയങ്കര ചൊറിച്ചിട്ടുണ്ട്. വലിച്ചെറിഞ്ഞാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു. പക്ഷേ ഇത് തോരൻ വെച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത് ശരിക്കും മസാലക്കറി വെക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് തോരൻ വെക്കാനാണ് ഇഷ്ടമായത്. നിങ്ങൾ എങ്ങനെയാണ് വെക്കാറ്? അതിന് ശേഷം ഇതാ മീൻ കറി വെക്കുന്നുണ്ട്. അപ്പം ഇന്ന് മീൻ തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ മുളകിട്ട കറി മാത്രമേ ഇവിടെ വെക്കാറുള്ളൂ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ മുളകിട്ട കറി തന്നെ വെക്കുമ്പോൾ ഒരു ഇന്നത് തേങ്ങ അരച്ച് വെക്കുക വെച്ചു. പ്രമോദിന് ഒന്നാമത് തേങ്ങ അരച്ച കറി ഇഷ്ടമാവാറില്ല. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ അതിന് ഉള്ളിയും തക്കാളിയൊക്കെ അരിയുന്നുണ്ട്. പിന്നെ അതൊക്കെ അരിഞ്ഞിട്ട് അടുപ്പിലാണ് കറി വെക്കുന്നത്. അപ്പോൾ പിന്നെ ഇതാ അടുപ്പിൽ ഉള്ളി തക്കാളിയൊക്കെ ഇങ്ങനെ ഒരുമിച്ചിട്ട് വഴറ്റുകയാണ് കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറ്. ചിലവർ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വഴറ്റുന്നതാണ്, അങ്ങനെയും ടേസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷേ എനിക്ക് കുറച്ച് ധൃതി കൂടുതലുള്ള ആളായതുകൊണ്ട് ഞാൻ രണ്ടും കൂടി ഒരുമിച്ചിട്ട് വഴറ്റും. എന്നാലും നന്നായിട്ട് വഴറ്റിയെടുക്കും കേട്ടോ. പരമാവധി സമയം നമ്മളതിൽ വെക്കും. എന്നിട്ട് അപ്പോഴേക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തിട്ട് ഞാൻ അങ്ങനെ സാവധാനമാണ് അതൊക്കെ ചെയ്യുന്നത്. പിന്നെ അതായിരിക്കും മുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ വാളംപുളി ഇടുന്നുണ്ട്, 2 കുടംപുളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ മീനൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി വേവിച്ചതിന് ശേഷം തേങ്ങ അരച്ച് ഒഴിച്ചിട്ട് ഇതാ മീൻ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി മൂപ്പിച്ചൊഴിക്കുകയാണ് കേട്ടോ. പിന്നെ അപ്പോൾ അതിന് ശേഷം കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പപ്പോൾ പാത്രങ്ങൾ അപ്പോൾ കഴുകി വെച്ചാൽ നല്ലതാണ്. പക്ഷേ എനിക്കെപ്പോഴും പാത്രം കഴുകാൻ കുറച്ച് മടിയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്കെപ്പോഴും പാത്രങ്ങൾ കഴുകി വയ്ക്കാൻ അങ്ങനെ ഉണ്ടാവും കേട്ടോ. പിന്നെ അതിന് ശേഷം ഇതാ കുറച്ച് ചുക്കുവെള്ളം കൂടി വെക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കി ഇടുകയാണ് കേട്ടോ. അപ്പോൾ എന്നാൽ ഉച്ച വരെയുള്ളൊരു യുദ്ധം തീർന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഇനി മെഴിക്ക് ചോറ് കൊടുക്കുന്നുണ്ട്. മെഴുത് ഇപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള ഒരു ഇതാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മെഴിക്ക് ഉച്ചയ്ക്ക് ചോറിനാണ് കൊടുക്കുന്നത്. അപ്പോൾ അവളെ ഇപ്പം ഇനി നഴ്സറിയിൽ വിടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്ര സമയം അവൾക്ക് വാരി കൊടുക്കുക തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അവൾക്ക് കൊഞ്ചലാണ്. അപ്പം ഇനി അവൾ കുറേശ്ശൊക്കെ വാരി കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വാരി കൊടുക്കണം. കഴിഞ്ഞ് പ്രമോട്ടം ചോറിനാൻ വന്നു, അവർ ചോറിനുണ്ട്. പിന്നെ അതാ ഞങ്ങൾ ട്യൂട്ടക്സൊക്കെ ഇട്ടിട്ടൊക്കെ നോക്കുക കേട്ടോ. പിന്നെ ഇത് വൈകുന്നേരം ആയപ്പോൾ അവൾക്കൊരു ലഞ്ച് ബോക്സ് ഓർഡർ ചെയ്യുന്നത്, അതിൻ്റെ കൊറിയർ വരുന്നുണ്ട് പറഞ്ഞ് ഞങ്ങളത് നോക്കിയിരിക്കുകയാണ് കേട്ടോ. ശേഷം ഇതാ ലഞ്ച് ബോക്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുകയാണ്. അവൾക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ അവൾ സ്കൂളിൽ പോവുമായിരിക്കും എങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ലഞ്ച് ബോക്സൊക്കെ തുറക്കുമ്പോൾ മുപ്പത്തിയേർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് എങ്ങനെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പുറത്ത് പോയി മാവ് മേടിക്കാനുണ്ടായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഗായ്സ്, ബൈ.